ലോക്ക്ഡൌൺ മാർഗനിർദ്ദേശങ്ങളിൽ ഇളവുകൾ നൽകി ഡ്രൈവിംഗ് പരിശീലനത്തിന് അനുവാദം നൽകണമെന്ന ആവശ്യവുമായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പൊതുഗതാഗതത്തിനുൾപ്പെടെ സർക്കാർ ഇളവ് നൽകിയ സാഹചര്യത്തിലാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ഈ ആവശ്യം. കോവിഡ്-19 ഭാഗമായുള്ള ലോക്ക്ഡൌണിനെ തുടർന്ന് 2 മാസത്തിലേറെയായി ഡ്രൈവിംഗ് സ്കൂളുകൾ അടഞ്ഞുകിടക്കുകയാണ്. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി പേരാണ് ഇതുമൂലം ദുരിതത്തിലായിരിക്കുന്നത്. ലോക്ക്ഡൌൺ മാർഗനിർദ്ദേശങ്ങളിൽ ഇളവ് നൽകി ഡ്രൈവിംഗ് പരിശീലനത്തിന് അനുവാദം നൽകണമെന്ന ആവശ്യവുമായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ രംഗത്തെത്തിയത്. പൊതുഗതാഗതത്തിനുൾപ്പെടെ സർക്കാർ ഇളവ് നൽകിയ സാഹചര്യത്തിലാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ഈ ആവശ്യം. വരുമാനം നിലച്ച് ദുരിതത്തിലായവർക്കായി സർക്കാർ സഹായം പ്രഖ്യാപിക്കണമെന്ന ആവശ്യവും ഇവർ ഉന്നയിക്കുന്നുണ്ട്. പരിശീലനത്തിനായി ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളെല്ലാം തന്നെ ഷെഡിലാണ്. ഇത് പലതും തുരുമ്പെടുത്ത് ഓടിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. വാഹനം ഓടിക്കാതെ കിടക്കുന്നതുകൊണ്ട് പല വാഹനങ്ങളും നശിച്ച നിലയിലുമാണ്. ഇനി വാഹനങ്ങൾ ഓടിച്ചു തുടങ്ങണമെങ്കിൽ നല്ല ഒരു തുക മുടക്കി റിപ്പയർ ചെയ്യണം. പലരും വാഹനങ്ങൾ വാങ്ങിയിരിക്കുന്നത് ലോൺ എടുത്തിട്ടാണ്. ഈ ഇനത്തിൽ നല്ല ഒരു തുക അടച്ചു തീർക്കുക എന്നതും ഇവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദുരിതത്തിലായ തങ്ങളെ അധികാരികൾ അവഗണിച്ചതായി ഇവർ കുറ്റപ്പെടുത്തുന്നു. ഇവരുടെ ഓഫീസുകളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ്. എന്നാൽ കെട്ടിട ഉടമകൾ വാടക ചോദിച്ചു തുടങ്ങിയതായും ഇവർ പറയുന്നു. കൂടുതൽ പേരെ ഉൾപ്പെടുത്താതെ ഡ്രൈവിംഗ് പരിശീലനം നൽകാൻ അനുമതി ലഭിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. മാർച്ച് 13 മുതൽ ഞങ്ങൾ ഈ ലോക്ക്ഡൗണിൻ്റെതായിട്ട് വണ്ടി ഡ്രൈവിംഗ് സ്കൂളിൻ്റെ പരിപാടികളൊന്നും നടക്കുന്നില്ല. പ്രത്യേകിച്ച് ഒക്കെ എല്ലാവരും ആശാന്മാർ, ഞങ്ങൾ പഠിപ്പിക്കുന്ന ആൾക്കാരും അവരൊക്കെയാണ്. പിന്നെ വാടകയ്ക്ക് താമസിക്കുന്നവരൊക്കെ ഉണ്ട്. ഒരു രീതിയിലും സർക്കാരിൽ നിന്ന് നമുക്കൊരു സഹായമോ മറ്റുള്ള രീതിയിൽ നമുക്കൊന്നും നടന്നിട്ടില്ല, കിട്ടിയിട്ടുമില്ല. വണ്ടികളാണ് കിടന്ന് ടയറുകൾ പോയി, ബാറ്ററി ഡൗണായി, ഓയിൽ കട്ടയായി. അങ്ങനെ വർക്ക്ഷോപ്പിൽ പോകണമെങ്കിൽ തന്നെ ഇപ്പോൾ ഞങ്ങൾക്കൊരു 10,000 രൂപ 10,000 രൂപയോളം ചിലവ് വരും ഒരു വണ്ടിക്ക്. അപ്പോൾ അതിൻ്റെ രീതിയിൽ സർക്കാർ എന്തെങ്കിലും രീതിയിലൊക്കെ ഞങ്ങളൊന്ന് സഹായിക്കണമെന്നുള്ള അപേക്ഷയുണ്ട്. പിന്നെ ഓരോ 2 പേരെങ്കിലും വെച്ച് ഡ്രൈവിംഗ് പഠിപ്പിക്കാനുള്ള ഒരു അനുവാദം കൂടി ഞങ്ങൾക്ക് തരികയാണെങ്കിൽ ഞങ്ങളുടെ വലിയ ബുദ്ധിമുട്ടൊക്കെ ഒഴിവായി കിട്ടും. പിന്നെ ലേണേഴ്സ് എഴുതിയ പിള്ളേർ കുറേ ഉണ്ട്. ഇനി എഴുതാനുള്ളവരെ ഒരു കുറച്ച് പേരെങ്കിലും ആർട്ടിഫിഷ്യൽ കയറ്റി ചെയ്യിക്കാൻ, ലേണേഴ്സിന് കയറ്റാനുള്ള സംവിധാനം ഉണ്ടാക്കുക. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഇത്. ബസ്സുകളും ഓട്ടോറിക്ഷകളും മറ്റു വാഹനങ്ങളും നിരത്തിലിറങ്ങാൻ അനുവാദം നൽകിയ സാഹചര്യത്തിൽ ഒരു വാഹനത്തിൽ 2 പേരെ ഇരുത്തിയെങ്കിലും ഡ്രൈവിംഗ് പരിശീലിപ്പിക്കാൻ അനുവദിച്ചാൽ വലിയ ഒരു പ്രതിസന്ധിക്ക് ഈ മേഖലയിലുള്ളവർക്ക് ആശ്വാസമാവും. ഡ്രൈവിംഗ് സ്കൂളുകാരെ പോലെ പ്രതിസന്ധി നേരിടുന്നവരാണ് ഓട്ടോ കൺസൾട്ടന്റുമാരും. ഡ്രൈവിംഗ് പരിശീലനം നടന്നാൽ മാത്രമാണ് ഈ മേഖലയിലുള്ളവർക്കും കരകയറാൻ സാധിക്കുകയുള്ളൂവെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്നു.